Hello, I am Anuvi from St. Peter's College, Kolancheri. ഈ വീഡിയോയിൽ റിയൽ അനാലിസിസിലെ ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Give an example of a discontinuous function defined on a closed interval C but not bounded on C. ഒരു closed intervalൽ ഡിഫൈൻ ചെയ്തതായിരിക്കണം, ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കണം, അൺബൗണ്ടഡ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷന് എക്സാമ്പിൾ. ഓക്കെ, consider the function f defined on the closed interval c equal to 0, 1. 0, 1 in the closed interval define ചെയ്യാണ്. f of s is equal to 1 by x. If x belongs to open 0, closed 1, semi-open interval 0, 1. കാരണം 1 by x equal to 0 ആകുമ്പോൾ ഡിഫൈൻഡ് അല്ല. കാരണം എക്സ് 0 ആകുമ്പോൾ 1 by x ഇൻഫിനിറ്റി ആകും. അപ്പോൾ 1 by x 0 എന്ന പോയിന്റ് ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് ഞാൻ 0 എന്ന പോയിന്റ് ഇവിടെ നിന്ന് ഒഴിവാക്കി. പക്ഷെ ഇപ്പോൾ ഈ ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ 0, 1ൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയില്ല. കാരണം 0യിലും കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പൊ 0യിൽ ഞാൻ 0 എന്ന വാല്യൂ അസൈൻ ചെയ്യുന്നു. ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1ൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയി. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് അറിയാം 0 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂ 0. കണ്ടോ, ഈ പോയിന്റ് എന്റെ ഫംഗ്ഷൻ ഗ്രാഫിൽ വരുന്ന പോയിന്റ് ആണ്. അത് കഴിഞ്ഞ് 1 by x ആകുമ്പോൾ x 1 ആകുമ്പോൾ 1 by 1 1. അപ്പൊ നമുക്ക് ഇവിടെ പോയിന്റ് കിട്ടും. x 1 by 2 ആകുമ്പോൾ 1 by 2ന്റെ റെസിപ്രോക്കൽ, അപ്പൊ നമുക്ക് 2. അപ്പൊ ഈ പോയിന്റ് കിട്ടും. ഇങ്ങനെയാണ് ഫംഗ്ഷൻ പോവുക. അപ്പൊ എക്സ് 0യിലേക്ക് പോകും തോറും 1 by x ഇൻഫിനിറ്റിയിലോട്ട് പോകും. അങ്ങനെ ഇതിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പോവുകയാണ്. അപ്പൊ ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. കാരണം ഈ ഭാഗം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് എങ്കിലും 0 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂ 0 ആണ്. സോ ക്ലിയർലി ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0. ബാക്കി എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആണ്. ഞാൻ അത് എടുത്തു പറയാൻ കാരണം ഈ സെയിം ഫംഗ്ഷൻ തന്നെ എനിക്ക് അനദർ എക്സാമ്പിൾ, വേറൊരു പ്രോബ്ലത്തിനുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ ബൗണ്ടഡ് അല്ല. ഫിഗറിൽ നിന്ന് അത് ക്ലിയർ ആണ്, ഇതിങ്ങനെ അൺബൗണ്ടഡ് ആയി ഇൻഫിനിറ്റിയിലോട്ട് പോവുകയാണ്. പക്ഷെ നമുക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യണം. ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? There exists a real number m such that modulus of f of x less than or equal to m for all x belongs to C. ആ ഡൊമെയിനിൽ ഉള്ള എല്ലാ പോയിന്റുകളിലും ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂ, അതിന്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു റിയൽ നമ്പർ m എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് എന്ന് പറയാം. അപ്പൊ ഫംഗ്ഷൻ ബൗണ്ടഡ് അല്ല എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു m ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് റിയൽ നമ്പർ m എടുത്താലും അത് ഇതുപോലെ അപ്പർ ബൗണ്ട് ആകുന്നില്ല. That means there is an element f of x such that അതിന്റെ മോഡുലസ് വാല്യൂ will be greater than m. ഈ രീതിയിലാകുന്ന ഒരു x, there exists some x belongs to C such that modulus of f of x greater than m. അപ്പൊ ഓരോ m-നും ഇങ്ങനെ ഓരോ x കിട്ടുന്നു. അപ്പൊ അങ്ങനെ ആണ് ഈ ഫംഗ്ഷനിൽ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് ഞാൻ ചെയ്യുന്നത് ഏത് m എടുത്താലും അതിന് കറസ്പോണ്ടിംഗ്ലി എനിക്ക് 1 by m plus 1 എന്ന റിയൽ നമ്പർ കൺസിഡർ ചെയ്യാം. ഇതാണ് ഞാൻ നമ്മുടെ x ആയിട്ട് എടുക്കുന്നത്. അപ്പൊ സോ ഓരോ m-നെ ഡിപ്പെൻഡ് ചെയ്ത് ഈ x മാറുന്നത് കൊണ്ട് അതിന് ഞാൻ xm എന്ന് ഡിനോട്ട് ചെയ്യുവാണ്. ഓക്കെ, ഇനി ഈ xm-ന്റെ f of xm കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? എന്റെ ഫംഗ്ഷൻ ഇതാണ്, f of x is equal to 1 by x. ഇതിന്റെ x-ന്റെ റെസിപ്രോക്കൽ, അതാണ് ഫംഗ്ഷൻ. അപ്പോ f of xm എന്ന് പറഞ്ഞാൽ xm-ന്റെ റെസിപ്രോക്കൽ. xm-ന്റെ റെസിപ്രോക്കൽ എന്ത് വരും? m plus 1 വരും. m plus 1 is strictly greater than m. അപ്പോ ഏത് m എടുത്താലും അതിനേക്കാളും വലിയ അബ്സല്യൂട്ട് വാല്യൂ ഉള്ള ഒരു f of xm
ഒരു എക്സം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആയിട്ട് ഈ എക്സം ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ബിലോങ് ചെയ്യുന്നുണ്ട്. കാരണം 1/m+1 ആണ്. അപ്പൊ ഇത് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ഒരു നമ്പർ ആണ് എക്സം എന്ന് പറയുന്നത്. അതായത് ഒരു റിയൽ നമ്പറിനും ഈ ഫംഗ്ഷന്റെ ബൗണ്ട് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ബൗണ്ടഡ്. ഓക്കെ, അപ്പോ f is not bounded on C because for any m greater than 0 we can take the point xm. xm ഈ m suffix ആയിട്ടാണ് എഴുതേണ്ടത്. 1/m+1. ക്ലിയർലി ഈ 1/m+1 എന്ന നമ്പർ C യിൽ ഉള്ളതാണ്. ഇനി ആ xmന്റെ ഇമേജ് എടുക്കുമ്പോൾ f of xm അതിന്റെ റെസിപ്രോക്കൽ, അതായത് 1/xm. 1/xm എന്ന് പറഞ്ഞാൽ m+1 വരുന്നു, ഗ്രേറ്റർ ദാൻ m. സോ f അൺബൗണ്ടഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ആയിട്ടുണ്ട്. ഇനി ഇതേ ചോദ്യം നമ്മൾ ഈ 0 എന്ന പോയിന്റ് അങ്ങ് ഒഴിവാക്കിയേക്കുക. കാരണം 0യിലാണ് അത് ഡിസ്കണ്ടിന്യൂസ് ആകുന്നത്. 0 ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഡൊമെയിൻ മാറിയിട്ടുണ്ട്. ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 അല്ല, ലെഫ്റ്റ് ഓപ്പൺ 0, റൈറ്റ് ക്ലോസ്ഡ് 1. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഡൊമെയിൻ. അവിടെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷെ ബൗണ്ടഡ് അല്ല. അപ്പോൾ ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എ ഫംഗ്ഷൻ വിച്ച് ഈസ് കണ്ടിന്യൂസ് ബട്ട് നോട്ട് ബൗണ്ടഡ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതേ ആൻസർ എഴുതാം ഈ 0നെ ഒഴിവാക്കിക്കൊണ്ട്. ഓക്കെ, താങ്ക് യു.